അപ്പോഴും ഞാൻ ബ്രദറിനോട് ചോദിച്ചു, കാരണം വെച്ചാൽ ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാം. കാരണം എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ചിലപ്പോൾ പുള്ളിക്കാരി ഒന്ന് വലിയ അലമ്പുണ്ടാക്കും. എന്നോടും മാഷോടും പറയുന്നത് വെച്ചാൽ ഞാനില്ലാത്തൊരു സാഹചര്യത്തിൽ നാളെ നിങ്ങൾ വേണം അടോണെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം അവളിത് പഠിച്ചു വന്നാൽ കൂടുതലായിട്ട് ഒരു ഹയർ ലെവലിലേക്ക് ഇതിൻ്റെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ചേച്ചിയുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമാകും. കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ വന്നപ്പോഴാണ് ഓഫീസിൽ വെച്ച് ചേച്ചി വന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. കുറേ തെറി അയക്കും, വാട്സപ്പിലേക്ക് കുറേ മെസ്സേജുകൾ തെറി അയക്കും, അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെയും കുറേ അൺബ്ലോക്ക് ചെയ്യും, പിന്നെയും പുള്ളി തെറി അയക്കും, ബ്ലോക്ക് ചെയ്യും. അയച്ചിട്ടുണ്ടെങ്കിൽ അടിക്കും, അടുത്താണെങ്കിൽ അടി കിട്ടും. നമ്മൾ മാറിപ്പോകണം. അത് എന്നെ മാത്രമല്ല വേറെയും പല സ്റ്റാഫുകളും തല്ലിയിട്ടുണ്ട്. ഈ മോൻ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നിരാശയെ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാനുള്ളത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവളെ ഞാൻ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് മരിച്ചുപോയി മകന് വരെ ഞാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ കയറി പിടിച്ചു. ഇനി നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ മാരിയോ എനിക്ക് മോനെ പോലെ മാരി എന്നെ അങ്ങനെ കാണുന്നു. അപ്പോൾ മാരിയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് പുറകിൽ നോക്കുമ്പോൾ എൻ്റെ മോൻ നടന്നു പോകുന്നു. അത് പറയുമ്പോൾ എനിക്ക് സമ്മതം. ഒരു പാവം മാഷാണ്, ഒരു പാവം കുടുംബമാണ്. ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. അല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിന്നത്. നമസ്കാരം. മാരിയോ ജോസഫും ജിജി മാരിയോയും തമ്മിലുള്ള പ്രശ്നം വഷളാകുമ്പോൾ പലരും ഉയർത്തിക്കാട്ടുന്നൊരു വിഷയം, മാരിയോ ജോസഫ് യഥാർത്ഥത്തിൽ സുലൈമാൻ എന്ന തൻ്റെ പഴയ അസ്തിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ്. ഈ വിവാദത്തിൽ ഉയർന്നു കേട്ട ഒരു പേര് അജ്മൽ എന്നതാണ്. ഈ അജ്മൽ എന്ന് പറയുന്നൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ എന്ന മാരിയോയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. ഈ അജ്മലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് പുതിയൊരു സംഘടന ഉണ്ടാക്കിയത് എന്ന ചോദ്യമൊക്കെയാണ് ഉയർത്തുന്നത്. ഇന്നലെ മറുനാടൻ നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ മാരിയോ മാറ്റിയിരുന്നു. എങ്കിൽ പോലും മാരിയോ തുടങ്ങിയ പുതിയ കമ്പനിയിലെ ഡയറക്ടർമാരായ അജ്മലിനെ കുറിച്ചും ദേവസ്യയെക്കുറിച്ചും ചില സംശയങ്ങളുണ്ട്. ആരാണ് അജ്മൽ, ആരാണ് ദേവസ്യ? ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. വാസ്തവത്തിൽ അജ്മലും മാരിയോയെ പോലെ തന്നെ മതം മാറി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നയാളാണ്. അജ്മലും മാരിയോയും തമ്മിൽ മറ്റു ചില മോശം ബന്ധമുണ്ടെന്ന് വരെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അജ്മലിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഉചിതമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദ്യം അജ്മലിനെ പരിചയപ്പെടുക. അജ്മലിനുമായി ഞാൻ സംസാരിക്കുന്നു. അതിനുശേഷം ദേവസ്യയോട് സംസാരിക്കുന്നത് കൂടി കേൾക്കുമ്പോൾ ഈ എപ്പിസോഡ് പൂർത്തിയാകും. നിങ്ങളാണ് വിവാദ അജ്മൽ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസം വിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് മാറി എത്ര കാലമായി? ഞാൻ ആക്ച്വലി ഇസ്ലാമുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് 10th കഴിഞ്ഞപ്പോൾ തൊട്ടേ വിട്ടതാണ്. അങ്ങനെ വേണം പറയാം. എൻ്റെ വീട്ടിലും നാട്ടിലും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ശരിക്കും പാലക്കാട് മണ്ണാർക്കാടാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ചാലക്കുടി. ഞാൻ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ മേടിച്ച് ഇപ്പോൾ അവിടെ സെറ്റിലായി. 2018 പ്രളയം കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ ബ്രദറിന്റെ കൂടെ ഉണ്ട്. അവിടെ തൊട്ട് ഇന്ന് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി കാറും വീടും ഒക്കെ മേടിക്കാൻ കാര്യം നിങ്ങളുടെ ബിസിനസ് വഴിയാണ്. ഞാൻ അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ ചെയ്യുന്നത് വാഹന വിൽപ്പനയാണ്. അത് നേരിട്ട് കസ്റ്റമർക്ക് അവരെയും കൊണ്ട് തന്നെ മേടിച്ചു കൊടുക്കുക. ഇടനില നിന്ന് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അത് രണ്ട് സൈഡിൽ നിന്നും എനിക്ക് കമ്മീഷൻ കിട്ടും. പല ആളുകളും വണ്ടി മേടിച്ചത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഓടി Q3 എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അതെൻ്റെ വണ്ടിയല്ല, കസ്റ്റമർ അടുത്ത ആഴ്ചത്തെ വരുള്ളൂ എന്ന് പറഞ്ഞു ഡെലിവറി കൊടുത്താൽ മതി. അതുവരെ ഞാൻ യൂസ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഉള്ളത് ഒരു മഹേന്ദ്രയുടെ താറാണ്, പിന്നെ ഒരു മൈക്ര ഉണ്ട്, നിസാന്റെ ചെറിയൊരു കാർ മൈക്ര. ഇത് രണ്ടും എനിക്ക് കാറായിട്ടുള്ളൂ. വീടാണെങ്കിൽ തന്നെ ഇടപാട് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കാശ് കൊടുക്കാൻ കിടക്കാണ്. താറ് മേടിച്ചതും എന്നെ സജി എന്ന് പറയുന്നൊരു ചേട്ടനാണ് എനിക്ക് കുറച്ച് പൈസ തന്നത്. ഇനി ഞാൻ പുള്ളിക്ക് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കാണ്ട്. പുള്ളി മിക്കവാറും തീർച്ചയായിട്ടും. കാരണം ഞാനൊരു മാസം ചുരുങ്ങിയത് ഒരു 10-15 വണ്ടിയോളം കൊടുക്കും. ഒരു വണ്ടിക്ക് ഞാൻ 40 രൂപ മിനിമം കമ്മീഷൻ മേടിക്കുന്നുണ്ട്. വൺ സൈഡ് ഓപ്പോസിറ്റും. ഡൽഹിയിൽ പോയിരുന്ന ചെലവും അവിടുത്തെ എൻ്റെ എക്സ്പെൻസും കഴിച്ച് ബാക്കി കിട്ടും. അത് ഞാൻ എൻ്റെ ചാനൽ വഴി ഉണ്ടാക്കിയൊരു ക്രെഡിബിലിറ്റി എന്ന് തന്നെ വേണേൽ പറയാം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് സ്വന്തമായിട്ട്. ഞാൻ അതുവഴി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് ജീവിച്ചു പോകുന്നത്. ഞാൻ മാസത്തിൽ ഒരു പകുതി കേരളത്തിൽ ഉണ്ടാവുള്ളൂ, ബാക്കി പകുതി ഞാൻ ഡൽഹിയിലായിരിക്കും. വണ്ടികൾ നോക്കും, എടുക്കും, വരും. ഇവിടെ വന്ന് എന്തെങ്കിലും വർക്കുകൾ വേണമെങ്കിൽ അത് ചെയ്ത് അവർക്ക് കൊടുക്കും. എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. അത് യാദൃശ്യം എന്ന് പറഞ്ഞാൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് ടൈം വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡും അയച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞ പോലെ അയച്ചു കൊടുത്തു. എന്തിനാന്ന് ചോദിച്ചില്ല. ഞാൻ അവിടെ ഡൽഹിയിൽ എൻ്റെ റൂമിലെത്തി രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദറിനെ വിളിച്ചു ചോദിക്കുന്നത് എന്തിനാന്നുള്ളത്. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നിന്റെ നല്ലതിനാണ്, ദോഷത്തിനല്ല. ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒരാൾ വിളിച്ചാൽ OTP പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. വക്കീൽ എന്നെ വിളിച്ചു. വക്കീൽ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് എന്തിനാ സംഭവം, കാരണം എൻ്റെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ കൊടുക്കുന്നു, എന്താണ് പ്രശ്നം. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ദേവസ്യ ആന്റണി സാറും ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു ആശ്വാസമായി. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ എന്തോ പ്ലാനാണെന്ന് ഞാൻ കരുതിയത്. ഇത് കഴിഞ്ഞ്
ദേവസ്യാനൻ സാർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. നാട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഇതെന്താ സംഭവം, ഇങ്ങനെ എന്താ കാര്യം വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് ബ്രദർ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇൻസിഡൻസ് മുതൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഈ വീട് മേടിച്ചു, ഇതിന് ഇത്ര എമൗണ്ട് കൊടുത്തു, ഇന്നോലൊരു ഇത് വന്നു, അപ്പോൾ അതിൻ്റെ കണക്കോ കാര്യങ്ങളോ ഞാൻ അറിയുന്നില്ല. കാരണം ഞാൻ 2018 വന്ന് ബ്രദർ ഫസ്റ്റ് വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഫുൾ അക്കൗണ്ട്സ് ഞാനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അത് ചേച്ചിയുടെയും ബ്രദറിൻ്റെയും എല്ലാം പേഴ്സണായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഫസ്റ്റത്തെ വീട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കോൺട്രാക്ടർ ശരിക്കും ഞങ്ങളെ പറ്റിച്ചു. അതായത് ആൾ കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ ആളുകൾ അന്വേഷിച്ച് വീട്ടിൽ വന്നു. അന്ന് ബ്രദർ ഇവിടെ എല്ലാം പുറത്തായിരുന്നു. പക്ഷെ എന്നെ തപ്പിയിട്ടാണ് അവർ വന്നത്. കാശ് എന്താ കൊടുക്കാത്ത വെച്ചത്. പിന്നെ അത് തീർക്കാൻ തന്നെ ബ്രദറിന്റെ വീടിന്റെ മുരുമുരുള്ള വീടുണ്ടല്ലോ, അതിന്റെ ആധാരം അവിടെ ഉള്ളൊരു ചേട്ടന് പലിശയ്ക്ക് കൊടുത്തിട്ട് തൽക്കാലം 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് കൊടുത്ത്. പിന്നെ ചേച്ചിയുടെ ഗോൾഡ് കൊണ്ടുപോയിട്ട് മണപ്പുറം ഫിനാൻസിൽ എൻ്റെ പേരിൽ വെച്ചിട്ടാണ് ആ വീടിന്റെ പണി ഫുള്ളായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അവിടെ തൊട്ടിട്ട് ചേച്ചിയുടെ എന്ത് വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല അത് ഞാൻ പറഞ്ഞില്ല. 2018 സമയം പറഞ്ഞത്. ഞാൻ അവിടുന്ന് ജോലിയിൽ നിന്ന്, അതായത് ഇവര് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു ലോഹിക്കുറവുണ്ട്. അതായത് ഒരു ദിവസം കുറച്ച് കഴിച്ചിരിക്കുന്ന സമയത്തുള്ള ചെറിയൊരു സംസാരം ഇതും കൊണ്ട് അവിടുന്ന് എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്നെ സത്യം പറഞ്ഞാൽ പറഞ്ഞു വിടുന്ന പോലെ പറഞ്ഞു വിട്ടു. ഞാൻ അവിടുന്ന് വിട്ടു. പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ബ്രദറോ ചേച്ചിയോ വിളിക്കുമ്പോൾ പോകാറുണ്ട്. കാരണം അവരുടെ കൂടെ ഇപ്പോൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം ഞാൻ അവരുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കാനും വീഡിയോ എടുത്ത് കൊടുക്കാനും ഞാൻ പോയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അവർ എന്നെ ആവശ്യമില്ലപ്പോൾ വിളിക്കും, ഞാൻ പോകും വരും. പിന്നെ ഞാൻ ഈ ഇവിടുന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ ഈ ചാനൽ എൻ്റെതായ ഇതിലൊരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. കേരള കാർസ് എന്നാണ്. എനിക്കതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻകം വരുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ കേരള വണ്ടികൾ മാത്രം ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഡൽഹിയിൽ പോയി വണ്ടികൾ എടുക്കാൻ തുടങ്ങി. സർട്ടിഫൈ ചെയ്ത് വണ്ടികൾ എടുത്ത് കൊടുക്കും. ഇതാണ് ഇപ്പോൾ പരിപാടി. അപ്പോൾ ആ വരുമാനം കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോകെയാണ് ഇപ്പോൾ ബ്രദർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോഴും ഞാൻ ബ്രദറിനോട് ചോദിച്ചു. കാരണം വെച്ചാൽ ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാം. കാരണം എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ചിലപ്പോൾ പുള്ളിക്കാർ ഒന്ന് വലിയ അലമ്പുണ്ടാക്കും. അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫിനും ഭയങ്കര പേടിയായി. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, ഇത് വേണോ, ഇങ്ങനെ പ്രശ്നമാവില്ല. അപ്പോൾ ഞാനും മാഷുമ്പാടെ അങ്ങനെ ഒരു ദിവസം ബ്രദറിനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്, ഞങ്ങൾ 3 പേരും മാത്രമാണോ, ജി ചേച്ചി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ താൽക്കാലികമായിട്ട് ജി ചേച്ചി ഇല്ല. കാരണം ചില ഒന്നാമത്തെ കാര്യം അത് ഫാമിലി ട്രസ്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഇന്ന സാമ്പത്തിക തിരിമറികളും കാര്യങ്ങളുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ചേച്ചി ആഡ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, അഡോണയാണ് ഇതിന്റെ മെയിൻ ആക്കിയിട്ട് നമ്മൾ വെക്കുന്നത്. കാരണം വെച്ചാൽ ആ കുട്ടി ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ ബാംഗ്ലൂരിൽ നിന്ന് അവളെ പഠിത്തം കഴിഞ്ഞ് വന്നാൽ പൂർണ്ണമായിട്ട് അവൾ ഫിലോക്കാലിയ ഫൗണ്ടേഷനോട് കൂടെ നിൽക്കും. അന്ന് ബ്രദർ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വിളിച്ച് ഫോണിനകത്ത് സംസാരിക്കുന്നുണ്ട്, ഇവളോട് പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഈ കൊച്ചിനറിയാം. അപ്പം എന്നോടും മാഷോടും പറയുന്നത് വെച്ചാൽ ഞാനില്ലാത്തൊരു സാഹചര്യത്തിൽ നാളെ നിങ്ങൾ വേണം അഡോണെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഇത് ഇതേപോലെ തന്നെ അഡോണയ്ക്ക് കൊടുക്കണം. കാരണം അവളിത് പഠിച്ചു വന്നാൽ കൂടുതലായിട്ട് ഒരു ഹയർ ലെവലിലേക്ക് ഇതിന്റെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ചേച്ചിയുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമാക്കും. ഇപ്പോൾ പുള്ളിക്കാർ ഇത് തീർക്കുന്ന പോലെ തന്നെ അടിച്ച് ഇത് തീരുമാനമാക്കി കിട്ടും. പക്ഷെ അതിനൊരു അവസരം കൊടുക്കരുത്. ഞാനില്ലെങ്കിൽ പോലും നീ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കാര്യം പറഞ്ഞത്. അതിന് പുറത്ത് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഇതും വക്കീലിനോട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കമ്പനി അഡ്വക്കേറ്റ്സ് ഉണ്ട്, പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തു. പുള്ളി പറഞ്ഞത് വേറെ നമുക്ക് വേറെ ലീഗൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് പോകുന്നു. ഇതിലും പലവട്ടം 1-2 വട്ടം ബോർഡ് മീറ്റിംഗ് കാര്യങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ബിസിനസ് നല്ല തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിന് വന്നപ്പോഴാണ് ഓഫീസിൽ വെച്ച് ചേച്ചി വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. കുറേ തെറി അയക്കും, വാട്സപ്പിലേക്ക് കുറേ മെസ്സേജുകൾ തെറി അയക്കും, അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെയും കുറേ അൺബ്ലോക്ക് ചെയ്യും, പിന്നെയും പുള്ളി തെറി അയക്കും, ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോദിച്ചു, നീ എന്താ ചേച്ചിയുടെ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വലി നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്നെക്കുറിച്ചൊരു വീഡിയോ ഇങ്ങനെ വന്നു, ആളുകൾ എനിക്ക് ഷെയർ ചെയ്യുന്നു, ഞാൻ സാജേട്ടനെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക, ഞാൻ വിളിച്ച് ചോദിക്കുകയായിരുന്നു, സാജേട്ടാ ഇതെന്താ സംഭവം. പുള്ളിക്കാരി അങ്ങനെയല്ല, വിളിച്ചപ്പം തന്നെ വിളിച്ചിട്ട് തെറി കുറയുമെന്ന് പറയും, അല്ലെങ്കിൽ ചൂടാവും. അത് മുമ്പും തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കും, അടുത്താണെങ്കിൽ അടി കിട്ടും, നമ്മൾ മാറിപ്പോണം. അത് എന്നെ മാത്രമല്ല വേറെയും പല സ്റ്റാഫുകളും തല്ലിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എന്നാൽ കഴിച്ചിട്ടില്ലേ, നല്ല സ്വഭാവം, ഒരു കുഴപ്പമില്ല. പഴയ അഡിക്ഷന്റെ ഭാഗമായി മാരിയോ മറുനാടൻ്റെ ഓഫീസിലെത്തിയപ്പോൾ അജ്മലും ദേവസ്യയും ദേവസ്യയുടെ ഭാര്യ സുലേഖയും ഉണ്ടായിരുന്നു. ദേവസ്യയുടെ കഥ കേട്ട് വാസ്തവത്തിൽ സങ്കടം വന്നുപോയി, കരഞ്ഞുപോയി. തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ടപ്പോൾ തനിക്കുള്ള സ്വത്തുക്കളെല്ലാം വേണ്ടെന്ന് വെച്ച് മരണത്തിലേക്ക് പോകാൻ തുനിഞ്ഞ ദേവസ്യയും ഭാര്യ സുലേഖയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മാരിയോ ആണ്. അതുകൊണ്ട് തന്നെ മാരിയോയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നു. ഇതൊരു തീവ്രവാദ മാഫിയ സംഘമാണ് എന്ന് കേൾക്കുമ്പോൾ ദേവസ്യയുടെ കണ്ണ് നിറയുകയാണ്. സാർ കൺവേർട്ടർ ഒന്നുമല്ലല്ലോ? അല്ല. സാർ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ജനിച്ചത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ്. ജോലി കിട്ടിയത് കാസർഗോഡ് ജില്ലയിലാണ് അധ്യാപകനായിട്ട്. റിട്ടയർ ആയത് ഹെഡ് മാസ്റ്ററായിട്ടാണ്. എൻ്റെ വൈഫും ടീച്ചറാണ്. അവർ ഹെഡ് മിസ്സസായിട്ട് റിട്ടയർ ആയി. വൈഫാണ് മതം മാറി എന്ന് പറഞ്ഞു? ആ, മതം മാറി. നേരത്തെ ഈ സംഭവത്തിന് മുമ്പാ? അത് വർഷങ്ങളായി. ഞങ്ങൾ 40 വർഷമായി കല്യാണം കഴിച്ചു. 40 വർഷമായി കല്യാണം കഴിച്ചു. 7-8 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായൊരു മോനായിരുന്നു. അവന് 2019
മോൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. MBA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു IT കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്ലാറ്റ് എടുത്ത് അവൻ്റെ കൂടെ ബാംഗ്ലൂരിലായിരുന്നു താമസിച്ചിരുന്നപ്പോൾ ഒരു 4 ദിവസത്തെ അവധി വന്ന് നാട്ടിലേക്ക് കാറിൽ വരികയായിരുന്നു മോൻ. അപ്പം ആക്സിഡൻറ്റിൽ ഓൺ സ്പോട്ടിൽ മരിച്ചു. ഒരു മോനുള്ള ഒരു മോനുണ്ട്, ആണും പെണ്ണുമായിട്ട്. അപ്പം ഞങ്ങൾ ആകെ നിരാശരായി. നമുക്ക് ജീവിതത്തിൽ ഭയങ്കര നിരാശയായി. പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുമായിരുന്നു? ആ ടീച്ചറാണ്. അങ്ങനെ ഒരുമിച്ചുള്ള പഠനത്തെ സമയത്ത് അധ്യാപനായ സമയത്ത് ഞങ്ങൾ ഒരേ സ്കൂളിൽ ജോലി ചെയ്യാനിടയായി. അങ്ങനെ കണ്ടുമുട്ടി അവിടെ വെച്ചാണ് വിവാഹം കഴിക്കാനിടയായി. അപ്പം ഈ മോൻ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നിരാശയെ ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാനുള്ളത്. വേറെ ഒരു വഴിയില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അത് ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവിടെ ഞാൻ പിടിച്ചു നിർത്തുന്നത്. വേണ്ട, നമുക്ക് അങ്ങനെ ഉള്ളൂ, നമുക്ക് അവനില്ല, ഇനി ജീവിക്കേണ്ടതാണ്. അവൻ 26 വയസ്സ്. എന്നിട്ട് അവനെ കൊണ്ടുവന്ന് എൻ്റെ കാര്യം ബാംഗ്ലൂർ വെച്ചാണ് സംഭവം. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇനി എന്തിനാ ജീവിക്കണമെന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീഡിയോ കാണാനായിട്ട് ഈ മാരിയുടെ എനിക്ക് ഇവരെ പരിചയമൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ഇവരുടെ ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ടപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഇവർ നല്ല രസമുണ്ട്, ഇവരുടെ ക്ലാസ് കേട്ടിട്ട് ഒരു ആശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവരുടെ ക്ലാസ്സിലൊന്ന് കേൾക്കാൻ പോയാലൊന്ന്. അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചപ്പം ജിജി എടുത്ത് ഞങ്ങളിങ്ങനെ അധ്യാപകരാണ്, ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായി, നിങ്ങളുടെ ക്ലാസ്സിൽ വരണം എന്ന് പറഞ്ഞു. അതിനെന്താ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവരുടെ ഒരു ധ്യാനത്തിൽ വന്ന് കൂടി. ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്കന്ന് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ ക്ലാസ്. ഇല്ല അറിയത്തില്ലായിരുന്നു. ഇല്ല, നല്ല ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പം എനിക്കൊന്ന് പരിചയപ്പെടണം തോന്നി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയോടെയും ജിജിയും കൂടെ ഒരു കസേരയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും അടുത്തിരുന്നു. ഞങ്ങളാണ് കാസർഗോഡ് നിന്ന് വന്ന മാഷൻ ടീച്ചറും ഒന്ന് സംസാരിക്കാൻ. എന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞു ഇതാണ് പ്രശ്നം, ഞങ്ങൾക്ക് മോൻ നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്ന് ആഗ്രഹിച്ചാൽ വന്നത്. പക്ഷെ നിങ്ങൾ ക്ലാസ് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്, കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ ചാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ പുള്ളിക്കാരത്തി മുസ്ലിം ക്രിസ്ത്യാനിയായതായെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ എനിക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ പുള്ളി ഇനി പക്ഷെ ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് മരിച്ചുപോയ മകന് വരെ ഞാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ കയറി പിടിച്ചു, ഇനി നിങ്ങളെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അത് ധ്യാനം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ ഇവിടെ ധ്യാനമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ആ ധ്യാനത്തിൽ വന്ന് വീണ്ടും കൂടി. അപ്പോൾ അവിടെ ഒരു വോളണ്ടിയർ പോലെ കൂടി. അങ്ങനെ തുടർന്ന് വന്ന ഇടയിലാണ് പിന്നെ ഒരു ദിവസം ഇവര് ജിജിയും അജ്മലും കൂടെ കൂടി ഇവര് ഗോവയിലേക്ക് ഒരു ടൂർ പോകുന്ന സമയത്ത് അവിടെ വന്ന സമയത്താണ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കണം, ഒരു ട്രസ്റ്റിന് തുടങ്ങാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങാനുണ്ട്, ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ട് വരുവാണ്, അതിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പം എനിക്കൊരു ആഗ്രഹം കൂടി, ഇങ്ങോട്ട് താമസം പോകുന്നെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുക സന്തോഷമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അന്നാന്ന് എനിക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എൻ്റെ കാറ് അജ്മൽ ഓടിച്ചു, ഇവരുടെ കാറ് മാരിയെ ഓടിച്ചിട്ട് നേരെ ചാലക്കുടി വന്നു. ഈ സ്ഥലം പോയി നോക്കി. അങ്ങനെ ഞാനും മാരിയയും ജിജിയും ടീച്ചറും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ച് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് വാങ്ങിക്കും പറഞ്ഞ് പൈസയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. ആ പൈസ ഞാൻ തരാം. അപ്പോൾ പറഞ്ഞു ഈ സ്ഥലം പകുതി എഴുതാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അത് പൈസ കൊടുത്തു, മേടിച്ചതിന് ശേഷം നമ്മൾ ട്രസ്റ്റാക്കും മാഷൻ ടീച്ചറിനാവും രണ്ടുപേരും കൂടെ പറഞ്ഞു. ആധാരം എഴുതുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ട് പറഞ്ഞു പകുതി സ്ഥലം തരാൻ പറ്റിയല്ലോ, സ്ഥലം ഞങ്ങളുടെ പേര് തന്നെ വേണം എന്ന് പറഞ്ഞു. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ട്രസ്റ്റിൽ നിങ്ങളുണ്ടാവും, നമുക്ക് ട്രസ്റ്റിൻ്റെ പ്രോബ്ലം. പിന്നെ അത് പറഞ്ഞിട്ട് പിന്നെ ഈ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ ട്രസ്റ്റിൽ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ട്രസ്റ്റിൽ എടുത്തിട്ടില്ല. ഞാൻ ഒരു പരാതിയും പറയാൻ പോയില്ല. ഞാൻ പക്ഷേ ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് വന്നു. അതിൽ കുറച്ച് ദിവസം ഈ മാരിയുടെ വീട്ടിൽ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെ സ്വന്തം കുടുംബം പോലെ ഞാൻ ജീവിക്കുന്ന ഒരു 10 വർഷം കഴിഞ്ഞു. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാരിയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ്
ഈ കോവിഡ് വന്നു. അപ്പം മാരിയോ മരുന്ന് കൊടുക്കാൻ തീരുമാനമെടുത്തത്. അപ്പം ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും, എന്നിട്ട് ഇങ്ങോട്ട് വരും. ധ്യാനത്തിനെല്ലാം ഞാൻ വന്ന് കൂടും. അപ്പം അജ്മലിൻ്റെ കൂടെ ഞാൻ സദായും കൂടി മധ്യസ്ഥ പ്രാർത്ഥനയിൽ അങ്ങനെ കൂടി. അപ്പം എനിക്ക് അത്യാവശ്യം കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കുറച്ച്. ഇവിടെ വന്നതിന് ശേഷം മാരിയോ ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞ് കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ പോയി. അങ്ങനെ ഞങ്ങളെ കോഴ്സിന് വിട്ടു. ഞങ്ങൾ 2-3 കൗൺസിലിംഗ് കോഴ്സ് വഴി NLP ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ പിടിച്ച് പുറത്തായപ്പോൾ പിന്നെ സ്ഥിരം കൗൺസിലർ, ഫാമിലി കൗൺസിലിംഗ്, കുട്ടികളുടെ കൗൺസിലിംഗ്, പിന്നെ 10-30 വർഷത്തെ അധ്യാപക പരിചയം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഈ കോവിഡിന് മരുന്ന് കൊടുക്കുമ്പോൾ കാസർഗോഡ് വരെ തിരുവനന്തപുരം എല്ലാ ജില്ലകളിലും മരുന്ന് കൊടുക്കാൻ ഞാൻ കൊടുക്കും. അപ്പോൾ ഞാൻ സജീവമായി. പിന്നെ ഈ വരുന്ന ധ്യാനത്തിൽ കൗൺസിലിംഗ് കൊടുക്കും. ഒരിക്കൽ പോലും ഞാനൊരു ടീ ആയിട്ടോ ഒന്നിനും ഒരു പൈസ ഇന്ന് വാങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇല്ല, ഇന്ന് വരെ വാങ്ങിയിട്ടില്ല. എനിക്ക് ആദ്യം ട്രസ്റ്റ് ചോദിച്ചു. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ട്രസ്റ്റ് തുടങ്ങി ആഫീസ് ഉദ്ഘാടനത്തിന് തലേദിവസി എൻ്റെ അടുത്ത് ആഫീസ് ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സാറായിരുന്നു. സാറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി സേവനം കുറേ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളൊരു പൈസ, എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളൊരു ശമ്പളം ആയിട്ട് എന്തെങ്കിലും മാരിയും ജിജിയും രണ്ടുപേരും കൂടെ വന്നു ഞങ്ങൾ താമസിക്കുന്നു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള പറയാം. ഇപ്പം എന്തായാലും അതല്ല, നിങ്ങളുടെ അടുപ്പും പുകയുണ്ട്. ആ വാക്ക് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. നിങ്ങളുടെ അടുപ്പും പുകയാൻ, ഞങ്ങളുടെ അടുപ്പ് പുകയാൻ ദൈവം തരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും പെൻഷനുണ്ട്, പിന്നെ വേറെ ആർക്കും കൊടുക്കാനില്ല. പിന്നെ ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങൾ ഉണ്ടായിരുന്ന കാശ് കൊണ്ടും പിന്നീട് മോൻ പോയപ്പം പലർക്കും ഞങ്ങൾ അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ എപ്പോഴും എൻ്റെ വണ്ടിയുടെ ഡീസൽ അടിക്കുന്നത് ഞാൻ തന്നെ. അവിടെ നിന്ന് ഒരു കട്ടൻ ചായ കുടിക്കുന്നു, അങ്ങനെയല്ലാതെ വേറെ ഒരു ഇടപാടില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ട്രസ്റ്റിൽ എടുക്കാതെ വന്നിട്ട് ഈ 2021 പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ ഞാൻ നാട്ടിലാണ്. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് വീണ്ടും അമ്മാരി പറഞ്ഞു, ഇനി ഈ ട്രസ്റ്റിങ്ങിന് പോയ മാഷയും ടീച്ചറും കൂടെ ട്രസ്റ്റിൽ എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ബോർഡ് മീറ്റിംഗ് കൂടി ഞങ്ങളെ ശ്രമിച്ചു. ആ മീറ്റിംഗ് വെച്ച് ഭയങ്കര വഴക്കുണ്ടായി. ജിജി പറഞ്ഞു, ഒരു കാരണവശാലും മാഷയും ടീച്ചർ എടുക്കാൻ പറ്റും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോകും. എന്നിട്ട് ഞാൻ വിട്ടുപോകാത്തതാണ് എൻ്റെ, അത് ഇനി ഞാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. വിട്ടുപോയില്ല. പോകാൻ പറ്റാത്ത ഒരു കാര്യം പറയാം. ഈ മാരിയോ എനിക്ക് മോനെ പോലെ മാരി എന്നെ അങ്ങനെ കാണുന്നു. അപ്പോൾ ഈ മാരിയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് പുറകിൽ നോക്കുമ്പോൾ എൻ്റെ മോൻ നടന്നു പോകുന്നുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് സങ്കടം. അതാണ് പ്രശ്നം. വിട്ടുപോകാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ പോയി വന്നു. ഇപ്പം ഈ ട്രസ്റ്റിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ PKF രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്തില്ല, ഞാൻ ടീച്ചറും സ്ഥലത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആധാർ കാർഡും ഇതൊന്നും അയച്ചു തരാം. ഈ മാരി എന്ത് ചോദിച്ചാലും പിന്നെ എന്തിനെന്ന് ഞാൻ ചോദിച്ച് പരിചയമില്ല. എനിക്കങ്ങനെ കാരണം എനിക്ക് അത്ര വിശ്വാസമാണ്. ഇപ്പം എന്നോട് പറയുകയാണ്, മാഷിൻ്റെ വീടിൻ്റെ ആധാരം എടുത്തു തരാൻ ഞാനെന്താ കൊടുക്കും. എന്തിനാന്ന് ഞാൻ ചോദിക്കുകയില്ല. അത് എനിക്ക് ചോദിക്കാൻ തോന്നി, ഇനിയും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാന്ന് ഞാൻ ചോദിച്ചില്ല. അവന് വേഗം അങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, എന്തിനാണ്? അത് ഞാൻ നേരിട്ട് പറഞ്ഞതാണോ? അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതേ ഇങ്ങനെ സംഗതി ഞാൻ ഉപയോഗിച്ചു, എനിക്കും കൂടി ചിന്തിക്കാൻ പോലും ഞാൻ തന്നെയല്ല. ജിജി ഉണ്ടോ? ജിജി ഇല്ലാത്തൊരു പരിപാടിക്കാണ് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞ് നമുക്ക് ട്രസ്റ്റ് കൂട്ടിപ്പോകും, അപ്പം നമുക്ക് അഴിമതി മറ്റൊന്നും വരികയല്ല, നിങ്ങളുടെ പേരിൽ ഒരു പ്രശ്നം വരുന്നതല്ല, നമുക്ക് ഈ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുണ്ടെങ്കിലേ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റു ഫണ്ടൊക്കെ വരുള്ളൂ. ജിജിയും പിന്നെ അഡോണയും ഒക്കെ നമുക്കിതിനകത്ത് ചേർക്കാം. ഞാൻ പറഞ്ഞു അഡോണ വേണം. അഡോണ MSc BSc സൈക്കോളജി പഠിച്ച് MSc കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളിൻ്റെ ടോപ്പിലേക്ക് വരും. അവളൊക്കെ ഇല്ല നയിക്കണ്ടേ. അപ്പം നമുക്ക് അവൾ ടോപ്പായിട്ട് അവളൊക്കെ ക്ലാസ് എടുത്തോളും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരും. നമ്മുടെ ഒരു പേരക്കുഞ്ഞ് പോലെയല്ലേ അത് വന്നുകൊണ്ട് ജിജിയും കൂടെ നിൽക്കാം. ജിജി വേണം. നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് നിന്നാലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതാകണം. അതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാനും ടീച്ചറും ആഗ്രഹിക്കുന്നു ഈ ജിജിയും അതുപോലെ തന്നെ ഈ മാരിയോയും ഈ മക്കളും ഒരുമിച്ച് ജീവിക്കണം. അവർ നന്നായിട്ട് കുടുംബജീവൻ നൽകണം. അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം. അല്ലാതെ ഈ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും നല്ല ഒരു അവസരം കളയരുതെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് വേറെ ഒരു താല്പര്യവും ഇല്ല. ഇവരൊരുമിച്ച് എന്ന് നന്നായി ഇത് പോകുന്നു. ആ നിമിഷം
ഞാനും ടീച്ചറോട്, കാരണം ഞങ്ങൾക്ക് ഈ മുകളിൽ ആകാശം താഴെ ഭൂമി, ഞങ്ങൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല സാർ. ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് ഏറ്റവും വലിയ സ്വത്ത് ഞങ്ങൾ നഷ്ടപ്പെട്ടു. 2019 ജനുവരി മാസം 12-ാം തീയതി പോയി. ഇനി ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നേടാനില്ല. ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, തെറ്റിദ്ധാരണ വന്നൊരു വിഷമം, എൻ്റെ പിള്ളേർ മുഴുവൻ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. എൻ്റെ ഇടവക അച്ഛൻ വിളിച്ചിട്ട് പറയണം വേഗം സ്ഥലം കിട്ടണം, അല്ലെങ്കിൽ വണ്ടിയായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ ഞാൻ തീവ്രവാദ സംഘടന രൂപീകരിച്ചിരിക്കുന്നു. അതാണ് സാർ, ദയവായി സാറിൻ്റെ വായിൽ നിന്ന് തന്നെ ഒന്ന് പറഞ്ഞേക്കണം. ഒരു പാപം മാഷാണ്, ഒരു പാപം കുടുംബം. അതാണ് അതിന് അനുവദിക്കത്തില്ല. ഞങ്ങൾ ദൈവവിശ്വാസികളുമാണ്. ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നതാണ്. ഒരിക്കലും അതല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിന്നത്. ആളെ വേണ്ടി. എല്ലാം ദൈവം ശരിയാക്കി തരും.